ഒരു ബുക്ക് എഴുതാൻ കഴിഞ്ഞു. ഞാൻ റിട്ടയർമെന്റിന് ശേഷം അറിയാം ഇതുവരെയും ഒരു ടീച്ചറായിരുന്നു. അതുപോലെ കുറേ ആൾക്കാർക്ക് 10-14 പേർക്ക് PhDക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിപ്പിപ്പോയ പലർക്കും അവരൊക്കെ ഇവിടെ ഉണ്ട്, ഡോക്ടറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 6-7 ബുക്കുകൾ എഴുതി. പക്ഷേ വലിയ പബ്ലിസിറ്റി ഒന്നും ആ ബുക്കുകൾ കിട്ടിയിട്ടില്ല. അതിൽ മനഃശാസ്ത്ര സമീക്ഷ എന്ന ബുക്ക് വലിയ ബുക്ക് പബ്ലിഷ് ചെയ്താണ്. അതിന് കുറച്ച് പബ്ലിസിറ്റി കിട്ടണം, മറ്റേതൊന്നും അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട മനസ്സെന്താണെന്ന്. നമുക്ക് ആർക്കും അറിയാത്ത സംഗതിയാണ് മനസ്സ്. എല്ലാവർക്കും മനസ്സുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. മനസ്സിൻ്റെ ടോട്ടൽ മനസ്സിൻ്റെ 5% മാത്രമേ ബോധമനസ്സുള്ളൂ. ഫ്രോയിഡ് പറഞ്ഞ പോലെ കോൺഷ്യസ് is a tip of the iceberg buried in the sea എന്നാണ്. സീയിലെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. അപ്പം നമ്മൾ അറിയുന്നത് നമ്മളെ പറ്റിയുള്ള 5%. ഈ 5% വെച്ചിട്ടാണ് നമ്മൾ ഈ കാട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം. 5% അറിയാൻ നമുക്കുള്ളൂ. അബോധത്തെ അറിയാനുള്ള മാർഗമാണ് സാഹിത്യം, കല, സംഗീതം, സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന മനസ്സിന് 3 തലമാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, അതിനടുത്ത് കിടക്കുന്ന ഭാഗം സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് മൈൻഡ്, പിന്നെ അപാരമായ കടല് പോലെ കിടക്കുന്ന അൺകോൺഷ്യസ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് അത് അൺകോൺഷ്യസ് ആകുന്നു. അബോധത്തിൻ്റെ ബോധതലത്തിന് അടുത്ത് കിടക്കുന്ന ഭാഗത്തിനാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. സ്വപ്നം നടക്കുന്ന മണ്ഡപം, സ്വപ്നത്തിൻ്റെ വേദി ഈ സബ് കോൺഷ്യസ് ആകുന്നു. എങ്ങനെ സ്വപ്നം ഉണ്ടാകുന്നു എന്ന് ഫ്രോയിഡിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എ ഡ്രീം ഈസ് എ ഡിസ്ഗൈസ്ഡ് ഫുൾഫിൽമെന്റ് ഓഫ് എ റിപ്രസ്ഡ് വിഷ്. ദമിതങ്ങളായ ആഗ്രഹങ്ങളുടെ വേഷം മാറിയുള്ള സാക്ഷാത്കാരമാകുന്നു. ഒരിക്കൽ ഫ്രോയിഡിന്റെ ഒരു സ്വപ്നമാണ്, ഒരു വ്യക്തി പഠിക്കാനൊന്നും മിടുക്കനായിരുന്നില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു കർഷകനായി തീർന്നു. പക്ഷെ അവന് എപ്പോഴും ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പഠിക്കാൻ പറ്റിയില്ലല്ലോ, വലിയ ആൾക്കാർ സ്കൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പം എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്ന വേദന ഉണ്ടായിരുന്നു. ആ വേദന അടക്കി അൺകോൺഷ്യസിലേക്ക് തള്ളും. കോൺഷ്യസ് മൈൻഡിൽ വേദന എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ അത് വേറെ മാനസിക രോഗം ഉണ്ടാകും. അത് നമ്മുടെ മനസ്സ് തന്നെ അത് അൺകോൺഷ്യസിലേക്ക് തള്ളും. അപ്പോൾ ഉറക്കത്തിൽ ഈ അബോധത്തിലേക്ക് പോയ ആ വേദന നെഗറ്റീവാണ്. ആ നെഗറ്റീവ് വേദന തരംഗങ്ങൾ, ഭാവതരംഗങ്ങൾ സാവകാശം നമ്മുടെ ബോധതലത്തിലേക്ക് വരും. ബോധതലത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ഉറക്കം നിന്നും ഉറക്കം കെട്ടുപോകും. അപ്പോൾ ഉറക്കത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് തന്നെ ചെയ്യുന്ന ഒരു ജാലവിദ്യയാണ് ഈ സ്വപ്നം. കാരണം ഭാവമേ ഉള്ളൂ. ഈ രൂപം മുഴുവനും നമ്മുടെ മനസ്സ് കൊടുക്കുന്നതാണ്. ഭാവം മാത്രമേ ഉള്ളൂ, രൂപം നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകളുടെ ഒരു സമാഹാരമാണ്. നാം അറിയാതെ തന്നെ നമ്മുടെ അബോധ മനസ്സ് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കും. നമ്മുടെ അബോധ മനസ്സിൽ യാതൊരു കൺട്രോളില്ല. ബോധത്തിന് നമുക്ക് കൺട്രോൾ കുറവാണ്. പിന്നെ അൺകോൺഷ്യസിൻ്റെ കാര്യം പറയണ്ടില്ല. അൺകോൺഷ്യസ് നമുക്ക് തീരെ കൺട്രോളില്ല. അപ്പോൾ അബോധ മനസ്സ് ഇങ്ങനെ സഞ്ചരിക്കും. തരംഗങ്ങളാണ്. മനസ്സ് ഭാവതരംഗങ്ങളാകുന്നു, ഊർജമാകുന്നു. മനഃശാസ്ത്ര സമീക്ഷ എന്ന പുസ്തകത്തിൽ ഞാൻ മനസ്സിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സെന്നാൽ ഭാവ സാന്ദ്രമായ ഊർജ സമാഹാരമാകുന്നു. ഭാവ സാന്ദ്രമായ ഊർജ സമാഹാരമാകുന്നു. അത് വേറെ ഒരു ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിലൂടെ വന്ന എൻ്റെ ഒരു വ്യാഖ്യാനമാണ്. അതിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ സ്വപ്നത്തിലെ നെഗറ്റീവ് എനർജി അപ്പോൾ ഭാവമായിട്ട് തന്നെ, അതായത് നെഗറ്റീവ് എനർജിയായിട്ട് നമ്മുടെ ബോധതലത്തിലേക്ക് വന്നാൽ ഉറക്കം നിന്നു, നമ്മുടെ പെട്ടെന്ന് ഉണർന്നു പോകും. അപ്പോൾ നമ്മുടെ ഈഗോയിൽ സ്ഥിതി ചെയ്യുന്ന സെൻസർ എന്നൊരു ഭാഗത്തുണ്ട്. ആ സെൻസർ അതിനെ ഉപബോധ മനസ്സിൽ തന്നെ തടഞ്ഞെത്തുമ്പം ഈ വന്ന ഭാവങ്ങൾ പുറമോടൊന്ന് വരികയും അതിന് സൈക്കോളജി പറയുന്ന റെഗുലേഷൻ
ആ പുറകിലേക്ക് വലിയുന്ന സമയത്ത് അത് രൂപം മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബോധത്തിലേക്ക് കടക്കാം. അപ്പം രൂപം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻസറിന് കുഴപ്പമില്ല, വേറെ ഒന്നും വരും. നമുക്കറിയാലോ ചില ആൾക്കാർ വേഷം മാറിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവരെ കടക്കും, ചെക്കിങ് ഒന്നും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് കടക്കും. അപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങും. അതുകൊണ്ട് ഫ്രോയിഡ് പറയുന്നത് ഡ്രീംസ് ആർ ദി ഗാർഡിയൻസ് ഓഫ് സ്ലീപ്പ്. ഡ്രീംസ് ആർ ദി ഗാർഡിയൻസ് ഓഫ് സ്ലീപ്പ്. സ്വപ്നമില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഉറക്കം ഉണ്ടാകുകയില്ലായിരുന്നു. ഉറക്കം ഉണ്ടാകില്ലെങ്കിൽ ഉള്ള അവസ്ഥ നമുക്കറിയാം, ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഉറക്കത്തിൻ്റെ സ്വപ്നങ്ങൾ നമുക്കൊരു അനുഗ്രഹമാണ്, നമ്മളുടെ നെഗറ്റീവ് ഊർജത്തെ വിവേചനം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ ബുക്കിൽ 4-5 ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് വ്യക്തിഗത സ്വപ്നങ്ങൾ, അത് മെയിനായിട്ട് ഈഗോ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. വിഷ് ഫുൾഫിൽമെൻറ്റ്. എന്നാൽ യുങ്ങിലേക്ക് വരുമ്പം വിഷ് വേണമെന്നില്ല, അല്ലെങ്കിൽ സ്വപ്നം ഉണ്ടാകുന്നതാണ്. എനി ഡിസ്റ്റർബൻസ് ഒക്കറിങ് ഇൻ ദ അൺകോൺഷ്യസ് മൈൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ഡ്രീം. അബോധത്തിൽ നമ്മളെ ശല്യം ചെയ്യുന്ന ഏത് തരംഗങ്ങളും ഏത് ഭാവവും സ്വപ്നമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടാവുന്നതാണ്. അങ്ങനെയാണ് സ്വപ്നങ്ങൾ. അതുപോലെ ഞാൻ ഈയിടെ കണ്ടൊരു സ്വപ്നം പറയാം. അതായത് നമ്മുടെ ആർ.എസ്. പണിക്കരും മരിച്ചുപോയ വേദവ്യാസൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവരെ സ്വീകരിച്ചു. അപ്പോൾ വേദവ്യാസൻ എൻ്റെ ഒരു ബുക്ക് ഭഗവത്ഗീത മാനവരാശിയെ വിളക്ക് എന്ന ബുക്ക് വാങ്ങിച്ചിരുന്നു. പിന്നെ വന്ന് ഞാനത് ശരിയായിട്ട് വായിച്ചു നോക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ മരിച്ചെന്ന് ഓർമ്മയൊന്നുമില്ല, ഭയങ്കര ഉഷാറാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ അവസാനമായിട്ട് എഴുതിയ മാനവ പുരോഗമനവും ബോധികരണങ്ങളും അവിടെ കൊടുക്കാൻ സമ്മതിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ അവിടെ എല്ലാം തിരഞ്ഞു നോക്കി, കണ്ടില്ല, അത് കിട്ടിയില്ല. അതിൻ്റെ ഫ്രോയിഡിയൻ അനാലിസിസ് പറഞ്ഞാൽ ആ ബുക്കുകൾ അവർക്ക് കൊടുക്കാൻ അബോധകരമായിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഒരു സമയം ഞാൻ കണ്ടത് ഒരു നേരം വിളിക്കാറുമ്പോൾ നല്ല പാട്ടാണ്, മനോഹരമായ പാട്ടാണ്. അത്ര നല്ല പാട്ട് ഞാൻ കേട്ടു. അത് നമ്മുടെ പൂന്തനരുവി എന്നുള്ള പഴയ പാട്ടാണ്. ആ പാട്ട് വളരെ മനോഹരമായിട്ട് ആരോ പാടുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പം അതുകൊണ്ടൊരു അസോസിയേഷൻ സരസ്വതി ഉണ്ടോ അവിടെ? സരസ്വതി ഉണ്ടോ? ഇല്ല. അപ്പം പണ്ട് ഞങ്ങൾ ഒരു 50 കൊല്ലത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഞാനും ചെല്ലപ്പനാരും കൂടെ ഞാൻ നടന്നു പോകണം. അപ്പോൾ സരസ്വതി ഞങ്ങളെ പുറകിൽ നിന്ന് ചെറുപ്പക്കാരല്ലേ ഈ പാട്ട് നല്ല മനോഹരമായിട്ട് പാടും ഉറക്കെയാണ്. അപ്പോൾ ഇതുമായിട്ട് അസോസിയേഷൻ വന്നു. അപ്പോൾ സരസ്വതിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സ്വപ്നമുണ്ട്. സരസ്വതി അന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ സരസ്വതി ഞാനിങ്ങനെ ഉറക്ക പാട്ട് പാടാറുണ്ട്, അത് വീട്ടിൽ തന്നെ വിലക്കാറുണ്ട്. അപ്പം അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളിൽ വരും. നമ്മുടെ മനസ്സ് സൂക്ഷ്മമാകത്തോറും സൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങളായി അതൊരു അറിയത്തില്ല. സാധാരണ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്ന, കംപ്ലീറ്റ് ഫിസിക്കൽ വേൾഡിലാണ്. നമുക്ക് ആ തലം മാത്രം അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പക്ഷേ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അതല്ല. അൺകോൺഷ്യസ് മൈൻഡിനെ ശുദ്ധമാകാതെ ആർക്കും മനസ്സമാധാനം ഉണ്ടാകില്ല. മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഭൗതിക നേട്ടം കൊണ്ട് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. അൺകോൺഷ്യസ് മൈൻഡിനെ പാസിഫൈ ചെയ്യണം. അൺകോൺഷ്യസ് മൈൻഡിനെ ശാന്തമാക്കിയാൽ മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകില്ല. കാരണം ആ വിഘ്നമുണ്ട്. അതിനെ ശാന്തമാക്കാനുള്ള വഴിയാണ് പോസിറ്റീവ് ചിന്തകൾ. നല്ലതിനെപ്പറ്റി ചിന്തിക്കാം. നല്ലതിനെപ്പറ്റി ചിന്തിക്കും. നമ്മുടെ മനസ്സ് അൺകോൺഷ്യസിലേക്ക് പോയി അതിനെ ശുദ്ധീകരിക്കും. അൺകോൺഷ്യസ് ശുദ്ധീകരിച്ചാൽ മാത്രമേ ശാന്തി എന്നുള്ള അവസ്ഥ ആർക്കും ഉണ്ടാവും. നമ്മൾ വിചാരിക്കാം ഒരാളെ കണ്ടാൽ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ടയറ്റ കാറ് അങ്ങനെ ഇല്ലാത്തൊന്നുമില്ല, എല്ലാ സമയങ്ങളുണ്ട്. പക്ഷേ അടുത്ത് സംസാരിക്കുമ്പം നമുക്ക് തോന്നും അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് തന്നെയുമല്ല, നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ മനസ്സും സഞ്ചരിക്കും. മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് സഞ്ചരിക്കും, നമ്മളറിയില്ല. അൺകോൺഷ്യസ് മൈൻഡ് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ അകലെ നടക്കുന്ന ഒരു കാര്യങ്ങൾ അൺകോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുത്താൽ നമ്മൾ അന്ന് ഒന്നിൽ ശബ്ദമാകും, അല്ലെങ്കിൽ രൂപമാകും. ശബ്ദമാക്കി നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൻ്റെ പേരാണ് ടെലിപ്പതി. അതിനെ രൂപമാക്കിയാൽ അതിൻ്റെ പേരാണ് ക്ലെയർവയൻസ്.
ക്ലിയർ വയൻസ്. അപ്പോൾ നമ്മൾ നടക്കുമ്പം നമ്മളോടൊപ്പം നമ്മുടെ അബോധ മനസ്സുകൊണ്ട് മനസ്സിനെ ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നവരിലേക്കും അത് വ്യാപിക്കും. ഒരു 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 കാംനെസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശരീരത്തിൽ ചൂടുണ്ടാകും. നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ഘടകങ്ങളും മനസ്സിലുണ്ട്, ശരീരത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ പറയുന്നത്, അതായത് ചില ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് ചൂടാകാറുണ്ട്. അവരുടെ മനസ്സിൽ കോപ്പറിൻ്റെ അംശം ഉണ്ടെന്നാണ് തരംഗം. കോപ്പറിൻ്റെ സംസ്കൃതത്തെ പേര് കുപ്രം എന്നാണ്. കുപ്രം അതിൽ തന്നെ കോപം കിടക്കുന്നത്. അതേസമയം സ്വർണ്ണാംശമാണ് നമ്മുടെ ശരീരത്തിൽക്കുള്ളിൽ സ്നേഹം കൂടും. സ്വർണം നമുക്കറിയാം, സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സ്വർണം. അതുകൊണ്ട് അവർക്ക് മനസ്സിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ 10-24 കൊല്ലം പിന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്കും റിസർച്ചിലേക്കൊക്കെ പോയി. അപ്പോൾ ചില ആൾക്കാർ എന്നെ പ്രൊഫസർ എന്ന് വിളിക്കും. ഞാനൊന്നും കൊണ്ടുവരില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടുകൂടെ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, എം എം ഗനി പറഞ്ഞു, എവരിബഡി calls me doctor. I silently accept it because a vice chancellor should be a doctor. എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. എൻ്റെ അടുത്ത് ഒന്നരക്കറിയാം. ഇപ്പോൾ നമ്മൾ കുറേ PhD-ക്കാരുണ്ട് നമ്മുടെ ആൾക്കാർ. അപ്പം ഞാൻ ഒരു ടീച്ചർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. കാരണം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ്. നമുക്കുള്ള പൊട്ടൻഷ്യാലിറ്റി എവരിബഡി ഹാസ് ദ പൊട്ടൻഷ്യാലിറ്റി. പക്ഷെ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ ആ മാർക്കറ്റിലൂടെ. സ്വപ്നം അന്തർബോധത്തിൻ്റെ കഥയാണ്. നമ്മൾ ഒരാളുടെ സ്വപ്നം അനലൈസ് ചെയ്യുകയാണെങ്കിൽ 5-6 സ്വപ്നം അനലൈസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആളിനെ ഏറാൻ കിട്ടും. കാരണം മറ്റേത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പുറംകൂറ്റാണ്. എ റിയൽ മാൻ ഈസ് ഇൻ ഹിസ് അൺകോൺഷ്യസ്. ശരിയായ വ്യക്തി അവൻ്റെ അബോധമാണ്. അതാണ് ശരിയായത്. അത് അവന് പോലും അറിയത്തില്ല. കാരണം അബോധത്തിലേക്ക് മനസ്സിൽ ചെല്ലണമെങ്കിൽ സൂക്ഷ്മമായ ചിന്ത വേണം, പോസിറ്റീവ് ചിന്ത വേണം. ഈ നെഗറ്റീവ് ചിന്ത കൂടുന്തോറും മൈൻഡ് പൊല്യൂട്ട് ചെയ്യും. പോസിറ്റീവ് ചിന്ത ചെയ്യുന്നതോറും മനസ്സിൻ്റെ പൊല്യൂഷൻ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ചേട്ടൻ പറയാണ്ട് അതൊരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അത്രയും പൊല്യൂട്ടഡാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. കാരണം സൂക്ഷ്മമാണ്. മെൻ്റൽ തരങ്ങൾ വളരെ വളരെ സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മ തരങ്ങളെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ എല്ലാ വ്യക്തികൾക്കും കഴിയും, പരിശ്രമിച്ചാൽ. സ്വപ്ന നിർമ്മാണത്തിലൂടെ നമ്മളുടെ സ്വപ്നത്തിന് കാരണഭൂതമായ നെഗറ്റീവ് എനർജി റിലീസായിട്ട് ഡിസ്ചാർജ് ആയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ല സമാധാനം. കാരണം ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ സമാധാനം വരും. പക്ഷേ അതുപോലെ തന്നെ ചില ഭയപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട്. ഭയപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട്. അത് നമ്മുടെ അബോധത്തിൽ വരുന്ന തന്നെയാണ്. അബോധത്തിൽ വരുന്ന സ്വപ്നങ്ങളാണ്. അതിന് ആകാംക്ഷാ സ്വപ്നങ്ങളാണ്, ആൻസൈറ്റി ഡ്രീംസ്. അബോധത്തിൽ ഇങ്ങനെ വരും. വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെൻസറോടെ തടഞ്ഞു നിർത്തി ഉപബോധ മനസ്സിൽ വെച്ച് സ്വപ്നമാക്കി. അപ്പോഴും അതിൻ്റെ ശക്തമായ എനർജി പോകും, അബോധത്തിൽ പോകും. പക്ഷെ ബോധത്തിൽ കുറച്ച് അവശേഷിക്കും. അബോധത്തിൽ നിന്ന് പോകും. ഒരു ഉദാഹരണം ഉണ്ടാകുന്ന നിലയിലുള്ളതാണ്. ഒരാൾ സ്വപ്നം കണ്ടാണ് ഒരു കടുവായിട്ട് ഓടിക്കുന്നു. കടുവായിട്ട് ഓടിച്ച് അയാൾ മരത്തെ കയറുമ്പോൾ കടുവാതൊക്കെ ഓടി നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ അയാൾ പേടിച്ച് അടുത്ത് മരത്തിൽ ചാടിയപ്പോൾ വലിയൊരു കുഴിയിലേക്ക് ചാടി. അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഒരു മുതല ഇല പിടിച്ച് തിന്നുന്നതാണ്. അതിന് പറയുന്ന സൈക്കോളജി ഡെത്ത് വിഷൻ എന്നാണ്. ഡെത്ത് വിഷൻ നമ്മൾ ആത്മഹത്യ പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടിരുന്ന ആളിന് ആത്മഹത്യ പ്രവണത കുറയും. ആ ആത്മഹത്യ ചെയ്യാനുള്ള ആ ടെൻഡൻസി ഈ സ്വപ്നത്തിലൂടെ റിലീസായി. അങ്ങനെ സ്വപ്നം ഒരു നല്ല പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ
സാന്ദ്രിക വിജ്ഞാനം ആവശ്യപ്പെടുന്ന സ്വപ്നങ്ങളാണ്. അത് ഉദാഹരണമായിട്ട് ഇപ്പം കലം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സൈക്കോളജിയിൽ നിന്ന് ആർക്കൊന്നും അറിയില്ല. കലം തന്നെയാണ്. കലം എന്ന് പറഞ്ഞാൽ കാലമെന്നാണ്. കലം എന്ന് പറഞ്ഞാൽ കാലം. അതുപോലെ കാലെന്ന് പറഞ്ഞാൽ കാലമെന്നാണ്. കാളയെന്ന് പറഞ്ഞാൽ കാലമെന്നാണ്. അപ്പോൾ ആ രീതി അതിനെ വ്യാഖ്യാനിച്ചാലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇത് മുഴുവനും ബിംബങ്ങൾ നടന്നാണ്. സ്വപ്നം മുഴുവനും ബിംബങ്ങളാണ്. പാമ്പിനെ കാണും, കൊമ്പനാനെ കാണും, അങ്ങനെ പലതിനെ കാണും. അപ്പോൾ ചിലതൊക്കെ നമ്മുടെ പ്രിമിറ്റീവ് മനസ്സിൻ്റെയാണ്. പ്രിമിറ്റീവ് മനസ്സെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം വളരെ ലിമിറ്റഡാണ്. ആഹാരം പിന്നെ ഉത്പാദനം ആ രീതി മാത്രം, അത്ര അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ അവരുടെ ബിംബങ്ങൾ ആദ്യ ബിംബങ്ങൾ നിൽക്കുന്നില്ല. സെക്സാണ്. ഇപ്പം പാമ്പ്, ആന അതൊക്കെ ബന്ധപ്പെട്ടാണ്. പക്ഷേ പാമ്പുകൾ വളരെ കൂടുതലായിട്ട് വന്നു ശത്രുക്കൾ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഭീകരമായൊരു പാമ്പാണ്, അതും ശത്രുതയാണ്. അപ്പോൾ ഓരോ കാണുന്ന വ്യക്തിയുടെ മനോധർമ്മം അനുസരിച്ചുകൊണ്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. കോമണായിട്ട് നമുക്ക് ഒരു സംബന്ധത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ബിംബങ്ങൾ അനേകം ബിംബങ്ങളാണ്. ആദ്യ ബിംബങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ന് പറയുന്ന പോലെ നമ്മൾ രണ്ട് ആനിമസ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ശ്രൈണഭാവം, ആനിമസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയിലെ പുരുഷഭാവം. ഈ രണ്ട് ഭാവം അവിടെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ആനിമസ് ബന്ധമാണ്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. അത് ശുദ്ധമായി കഴിഞ്ഞാൽ അതിൻ്റെ ബന്ധം ശരിയായി, അല്ലെങ്കിൽ ബന്ധം ശരിയാവില്ല. നമ്മൾ ഈ ലവ് മാരേജ് മുഴുവൻ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് പെരിഫറൽ കമ്മ്യൂണിക്കേഷൻ, മനസ്സിൻ്റെ മനസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നു. എനിക്കെന്നെ ഒരു ഗോണോട് ലവ് മാരേജ് എനിക്കറിയാം. അത് 99% പരാജയം. പല കാര്യങ്ങളും ഞാൻ അതിന് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഇതുപോലെ അല്ലായിരുന്നു നേരത്തെ. ഇപ്പം അങ്ങനല്ല. കാരണം നേരത്തെ അബോധമായിട്ടില്ല, ഇത് കഴിഞ്ഞപ്പോഴാണ് അബോധം ഇളകിയത്. അതുപോലെ അപസ്മാരമുണ്ട്. അപസ്മാരം എന്നാൽ ഓർമ്മത്തെറ്റുന്നതാണ്. അൺകോൺഷ്യസ് മൈൻഡിലെ ബോധത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, നമ്മുടെ കൺട്രോൾ ഇല്ലാതെ ഉള്ള കടന്നുകയറ്റമാണ് അപസ്മാരം. അത് കോപമാകാം, വേറെ പല രോഗങ്ങളായിട്ട് കോപമാകാം. പെട്ടെന്ന് കോപിക്കുന്നുണ്ട്, അതും അപസ്മാരമാണ്. കാരണം ബോധത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർക്കുണ്ടാവും. പക്ഷെ കോപിക്കും. പിന്നെ പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി നമ്മൾ പറയും. അപ്പം നമ്മൾ അങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ, അബോധ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു വലിയ കടൽ പോലാണ്. അതിൽ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് ഒരു സ്വപ്നം കണ്ടാണ്. അതായത് വലിയ തിരയുള്ള ഭയങ്കര കടലാണ്. കടലിലെ ഒരു നല്ല ഉറച്ച പാറ, ആ പാറയിൽ കയറി ഉറച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം കടൽ മനസ്സാണ്. മനസ്സ് വളരെ പ്രക്ഷുബ്ധമാണ്. പക്ഷെ അതിൽ നിന്ന് രക്ഷ നേടണമെന്നുള്ള മനസ്സിൻ്റെ വില്ലാണ് ഈ പാറപ്പുറത്ത് കയറിയിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്വപ്നമാണ് കാലം വിളിക്കാൻ വന്നു. കാലം വിളിക്കാൻ വന്നിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, എനിക്കിപ്പോൾ കുറേ പണികൾ ചെയ്ത് തീർക്കാൻ വേണ്ടി. എന്നിട്ടങ്ങ് പോയി. കാലിന് കുറേ നേരം കാത്തു നിന്നിട്ട് കാലിന് പോയി. അതിൻ്റെ അർത്ഥം പോകാനുള്ള കാലമായി എന്നുള്ളത് നമ്മുടെ ബോധം. അതാണ് കാലിനെ കൊണ്ടത്. കുറച്ചുകൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കാലം തിരിച്ചു പോയത്. അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് കുറേ സ്വപ്നങ്ങൾ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനിച്ചിട്ടത് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. ഇനിയും മറ്റേ ബുക്കിനെ പറ്റി ഇതിനോട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഈ ബുക്ക് നിങ്ങൾ വായിക്കണം. ഇവിടെ വന്നവർക്കൊക്കെ 50% ഡിസ്കൗണ്ട് ലഭിക്കും. കാരണം ഈ പ്രാവശ്യം കുറച്ച് കോഴ്സ് പ്രിന്റിംഗ് കോഴ്സ് വളരെ കൂടുതൽ. മറ്റേ ഞങ്ങൾ ഇവിടെ വരുന്നവരൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം വരുന്നവർക്ക് 50% കൊടുക്കും. പിന്നെ അല്ലാത്തവർ എന്നെ വീട്ടിൽ വന്നാൽ എൻ്റെ പേഴ്സണൽ പറ്റും. അപ്പം ഇനി ഉന്നതങ്ങളിലെ വെളിച്ചം എന്ന പുസ്തകം നമ്മുടെ മനുഷ്യരാശിയുടെ സംസ്കാരത്തിൻ്റെ തത്വത്തിൻ്റെ ബേസാണ്. അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏത് തത്വത്തിൻ്റെയും നമുക്ക് മനസ്സിലാവും.
സോക്രട്ടീസ് മതിക്കൊണ്ട് അരിസ്റ്റോട്ടിൽ മതിക്കൊണ്ട് ബുദ്ധൻ്റെയും എല്ലാം നമ്മൾ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിൽക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ, അത്ര ഡീപ്പാണ്. കാരണം നമ്മുടെ ഡീപ്പിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ മനസ്സ് സറ്റിലാണ്, സൂക്ഷ്മമാണ്. അപ്പോൾ സൂക്ഷ്മ തലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സൂക്ഷ്മ തലത്തിലുള്ള എല്ലാ അർത്ഥവും ഗ്രഹിക്കാൻ കഴിയും. അവിടെ ചെന്നില്ലല്ലോ, ചെല്ലാത്തതിൻ്റെ കാരണം നമ്മളുടെ അഹംഭാവമാണ്. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു ഭാവം അഹംഭാവമാണ്. അഹംഭാവം ജഡമെന്നാണ്. ജഡത്തിന് അധികം ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ലല്ലോ. അപ്പം അഹംഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉന്നതങ്ങളിലെ വിളിച്ച് കിട്ടുകയാണ്. തത്വചിന്തയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള തലത്തെയാണ് ഈ ഉന്നതങ്ങളിലെ വെളിച്ചം വെളിപ്പെടുത്തുന്നത്. അതിസൂക്ഷ്മമാണ്. വായിക്ക് പറയും, നമ്മൾ മനസ്സൊന്ന് സമർപ്പിച്ച് നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈഗോ സാധിക്കണം. അല്ലെ ഈഗോ അതിനകത്ത് ഇടപെടും. ഈഗോ ഇടപെട്ട് നമുക്ക് കൊണ്ടുപോലെ കാലിനെ പറഞ്ഞു വിട്ടതല്ലേ അത് അങ്ങനെ കൊണ്ടുപോയല്ല. നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു സാർ പറയുന്നത്. വാക്കുകളിന് ആദ്യം ഒരു ചലനമായിട്ടാണ്. പരാ, പശ്ചന്തി, മധ്യമി, വൈകല്യം. അതായത് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഒരു തരംഗം ഉണ്ടാകും. അതിൻ്റെ ഭാഷ തുടങ്ങും. അത് പിന്നെ പശ്ചന്തി എന്നാകുമ്പോൾ നമ്മൾ മണിപൂര ചക്രത്തിൽ നാട്ടിലുള്ള ഇമാജിനറി സ്ഥലങ്ങളാണ്. അതിനുശേഷം ഇവിടെ തൊണ്ടയിൽ വരുമ്പോൾ മധ്യമത്തിൽ വരുന്ന ഹൃദയത്തിലാണ്. തൊണ്ടയിൽ വരുന്നിടം വരെ എല്ലാ മനുഷ്യനും ഒരേ അർത്ഥമാണ്, എല്ലാ ഭാവത്തിനും ഒരേ അർത്ഥമാണ്. ഈ തൊണ്ടയിൽ വന്ന് പൊട്ടുമ്പോൾ മാറും. അതിനാണ് വൈകല്യം എന്ന് പറയുന്നത്. അപ്പോഴേ ഭാഷയ്ക്ക് മാറ്റമുള്ളൂ. അതുവരെയും ഭാവതരങ്ങളാണ്. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഭാവതരങ്ങൾ ഒന്ന് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ